പേജ് 46-ലെ 4-ാമത്തെ ചോദ്യം. ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. വലിയ അർദ്ധവൃത്തത്തിന്റെ വ്യാസമാണ് ഈ കാണുന്നത്. അതിൻ്റെ പകുതിയാണ് ചെറിയ അർദ്ധവൃത്തത്തിന്റെ വ്യാസം. അപ്പോൾ ഇത് അതിൻ്റെ മധ്യബിന്ദു ആയിരിക്കും. പിന്നെ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും നമ്മുടെ വലിയ അർദ്ധവൃത്തത്തിലേക്ക് ഒരു വര വരച്ചു. ഓക്കെ, അങ്ങനെ വരച്ചാൽ ഈ വര കടന്നു പോകുന്ന ചെറിയ അർദ്ധവൃത്തത്തിലെ ബിന്ദു ആ വരയെ രണ്ട് തുല്യ ഭാഗങ്ങളായി വീതിക്കും, അതായത് സമഭാഗം ചെയ്യും എന്നാണ് തെളിയിക്കേണ്ടത്. ചോദ്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇത് തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയിരിക്കും എന്ന ആശയമാണ് ഉപയോഗിക്കുന്നത്. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും മട്ടകോൺ ആയിരിക്കും. നമുക്ക് ഇനി ഇതിൻ്റെ പ്രൂഫ്, അതായത് തെളിവ്, ഇത് തെളിയിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ പറയുന്നതിന് മുമ്പായി ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ ചില ബിന്ദുക്കൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്താണ്? രണ്ട് അർദ്ധവൃത്തവും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എ. ഇനി എ ബി ആണ് വലിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം. ഓക്കെ, അപ്പോൾ വലിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളാണ് എയും ബിയും. എ ബിയുടെ മധ്യബിന്ദുവാണ് സി, അല്ലെങ്കിൽ വലിയ അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് സി എന്നും പറയാം. ഇനി വലിയ അർദ്ധവൃത്തത്തിലുള്ള ഒരു ബിന്ദുവാണ് പി. ചെറിയ അർദ്ധവൃത്തവും വലിയ അർദ്ധവൃത്തവും കൂട്ടിയോജിക്കുന്ന ബിന്ദുവിൽ നിന്നും വലിയ അർദ്ധവൃത്തത്തിലെ ബിന്ദുവിലേക്കുള്ള വരയാണ് എ പി. ഈ എ പി ചെറിയ അർദ്ധവൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ക്യു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? ചെറിയ അർദ്ധവൃത്തം എ പി എന്ന വരയെ എവിടെ വെച്ചാണോ കൂട്ടിമുട്ടുന്നത് ആ ബിന്ദു ഈ വരയെ സമഭാഗം ചെയ്യും. അപ്പോൾ എ ക്യു സമം ക്യു പി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തെളിവിൻ്റെ സ്റ്റെപ്പുകൾ നോക്കിയാലോ. അപ്പോൾ ഇവിടെ നോക്കൂ, എ സി എന്നത് ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. കൂടാതെ ക്യു എന്നത് ഈ ചെറിയ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും മട്ടകോണായിരിക്കും എന്ന ആശയം ഉപയോഗിക്കുമ്പോൾ
കോൺ AQC 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ചിത്രത്തിൽ CQ അതേപോലെ CP ഈ രണ്ട് വരകൾ ആദ്യം വരയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റെപ്പിലോട്ട് പോകാൻ. അങ്ങനെ വരച്ചു കഴിഞ്ഞതിന് ശേഷം വേണം തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, AC എന്നത് വ്യാസമാണ്. അപ്പോൾ ഈ അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവാണ് Q. അപ്പോൾ നമ്മുടെ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്ന ആശയം ഉപയോഗിക്കുമ്പോൾ കോൺ AQC 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി കോൺ AQCയും കോൺ PQCയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്നും കോൺ PQC 90 ഡിഗ്രിയാണെന്ന് കിട്ടും. ഓക്കെ, കോൺ AQC 90 ഡിഗ്രി ആയതിനാൽ കോൺ PQC 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ CQ എന്നത് AP എന്ന വരയുടെ ലംബമായിരിക്കും. ക്ലിയർ ആണല്ലോ. അതായത് സ്റ്റെപ്പ് 2 ഒന്നും കൂടി നോക്കൂ. കോൺ AQC 90 ഡിഗ്രി ആയതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന കോൺ PQC 90 ഡിഗ്രി ആയിരിക്കും. അതായത് CQ എന്നത് APയുടെ ലംബമാണ്. ഓക്കെ, ഇനി വലിയ സ്റ്റെപ്പ് 3 നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. വലിയ അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രമാണ് C. അപ്പോൾ CAയും CPയും വലിയ അർദ്ധവൃത്തത്തിലെ ആരങ്ങൾ ആണ്. അതുകൊണ്ട് CAയും CPയും തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 3ൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വലിയ അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രമാണ് C. അങ്ങനെയെങ്കിൽ CA CP എന്നിവ വലിയ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. ഇവ ആരങ്ങളായതുകൊണ്ട് അത് തുല്യമാണല്ലോ. ഇനി CAയും CPയും തുല്യമായതുകൊണ്ട് നമുക്ക് ഇവിടെ ത്രികോണം ACP ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ ത്രികോണം CAP എന്നും പറയാം. ത്രികോണം CAP നോക്കിയാൽ CA എന്ന വശവും CP എന്ന വശവും തുല്യമാണ്. അതുകൊണ്ട് CAP ഒരു സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ സ്റ്റെപ്പ് 4ൽ പറഞ്ഞിരിക്കുന്നത് ത്രികോണം APC ശ്രദ്ധിച്ചാൽ CA സമം CP ആയതുകൊണ്ട് ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, ഇനി നമ്മൾ സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഉപയോഗിക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് നോക്കൂ. ഇതാണ് ആ സവിശേഷത. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്, ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾക്ക് ഇടയിലുള്ള മൂലയിൽ നിന്നും മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബരേഖ ആ വശത്തെ എപ്പോഴും സമഭാഗം ചെയ്യും.
അതായത് ഇവിടെ സി എ പി എന്ന ത്രികോണത്തിൽ സി എയും സി പിയും തുല്യമാണ്. ഇവയ്ക്ക് ഇടയിൽ കിടക്കുന്ന ബിന്ദുവാണ് ആര്? സി. അപ്പോൾ സി എന്ന മൂലയിൽ നിന്നും മൂന്നാമത്തെ വശമായ എ പിയിലേക്ക് വരയ്ക്കുന്ന ലംബരേഖ, ഇവിടെ സിക്കു ലംബരേഖയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സി എന്ന ബിന്ദുവിൽ നിന്നും എ പിയിലേക്ക് വരയ്ക്കുന്ന ലംബരേഖയായ സി ക്യു എ പിയെ സമഭാഗം ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എ ക്യു സമം ക്യു പി എന്ന് കിട്ടും. ഓക്കെ, അതായത് ചെറിയ അർദ്ധവൃത്തം വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവിലേക്കുള്ള വരയെയും സമഭാഗം ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എ ക്യു സമം ക്യു പി ആയതിനാൽ ചെറിയ അർദ്ധവൃത്തം വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവിലേക്കുമുള്ള വരയെയും സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എന്തു ചെയ്തു? വലിയ അർദ്ധവൃത്തത്തിന്റെ മധ്യബിന്ദുവായ സിയിൽ നിന്നും ക്യൂവിലേക്ക് ഒരു വര വരച്ചു. അതേപോലെ സി പിയും വരച്ചു. ഇനി ക്യൂ എന്നത് അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദു ആയതിനാൽ കോൺ എ ക്യു സി 90 ഡിഗ്രി ആയിരിക്കും. കൂടാതെ കോൺ പി ക്യു സിയും 90 ഡിഗ്രി ആയിരിക്കും. ഇതിൽ നിന്നും എ പി എന്ന വരയുടെ ലംബരേഖയാണ് സി ക്യു എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ത്രികോണം എ സി പി ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ സി എയും സി പിയും തുല്യമാണ്, അതായത് ആരമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക് ഇടയിലുള്ള മൂലയിൽ നിന്നും മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബരേഖ മൂന്നാമത്തെ വശത്തെ സമഭാഗം ചെയ്യും എന്ന ഒരു സവിശേഷത സമപാർശ്വ ത്രികോണത്തിനുണ്ട്. അതുകൊണ്ട് എ ക്യു സമം ക്യു പി എന്ന് കിട്ടും. ഇതിൽ നിന്നും ചെറിയ അർദ്ധവൃത്തം വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവിലേക്കുമുള്ള വരയെയും സമഭാഗം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തെളിയിക്കാനുള്ള സ്റ്റെപ്പുകൾ ഒരു 5 സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സജഷൻസ് കമൻ്റായി ഇടുക. മാത്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക് യു.